ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. നമ്മളൊരു പുതിയ ആഴ്ചയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 11 ആണ്. നിഫ്റ്റി വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച നൽകിയിരിക്കുന്നത്. 24,363 അതായത് 24,400 എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവൽ കൂടി ക്രോസ് ചെയ്തതിന് ശേഷമാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും താരിഫും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് വിചാരിച്ചതുപോലുള്ള ഏണിംഗ് ഗ്രോത്ത് പല സെക്ടറുകളിലും കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെയിൽസിലായാലും പ്രോഫിറ്റിലായാലുള്ള ഗ്രോത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെയുള്ളതല്ല. ചിലപ്പോൾ 1-2 ക്വാർട്ടറുകൾ തുറന്നേക്കാം എന്നുള്ള എക്സ്പെക്റ്റേഷനും കൂടിയാണ് മാർക്കറ്റിനെ ഈ ഒരു സെല്ലിങ്ങിലേക്ക് നയിക്കുന്നത്. FIIസിൻ്റെ സെല്ലിങ് കനത്ത രീതിയിലാണ് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ഏകദേശം 10,000 കോടിയിലധികം രൂപയുടെ സെല്ലിങ്ങാണ് FIIസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 10,600 കോടി രൂപയോളം സെല്ലിങ് FIIസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ ഒരു തരത്തിൽ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ വാങ്ങലുകൾ തന്നെയാണ്. 33,608 കോടി രൂപയുടെ ബൈയിങ്ങാണ് കഴിഞ്ഞ ഒരാഴ്ച ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വോളറ്റിലിറ്റി ഞങ്ങൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ മാർക്കറ്റ് ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ന്യൂസുകളോട് ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റ് തന്നേക്കാം. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് കൂട്ടി വായിക്കാനുണ്ട്. റഷ്യ ഇന്ത്യ ചർച്ച, റഷ്യയും US-ഉമായിട്ടുള്ള ചർച്ച അലാസ്കയിൽ നടക്കുമെന്നുള്ള വാർത്തകളൊക്കെ മാർക്കറ്റ് കേൾക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രസ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വന്നേക്കാം. മാർക്കറ്റ് പോസിറ്റീവ് ന്യൂസുകളോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും, കാരണം മാർക്കറ്റ് ഹൊറിസോൾഡാണ്. അങ്ങനെ ഒരു റിക്കവറി വരികയാണെങ്കിൽ മാർക്കറ്റിന് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിൻറ്റുകളുണ്ട്. 24,500 to 600 ഇന്ത്യ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത്. അതേസമയം 24,100 to 24,200 എന്ന് പറയുന്ന പോയിൻ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോണാണ്. പ്രത്യേകിച്ചും നിഫ്റ്റി 24,400 ബ്രേക്ക് ചെയ്തതോടുകൂടി അടുത്ത ഒരു 100 ഡേ മൂവിങ് ആവറേജിനും താഴെയാണുള്ളത്. അത് 24,590 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. അതിന് താഴെയുള്ള ക്ലോസിംഗ് എന്ന് പറയുന്നത് 20 ദിവസത്തെ ഓൾറെഡി നിഫ്റ്റി 20 ദിവസത്തെയും 50 ദിവസത്തെയും മൂവിങ് ആവറേജിന് താഴെയാണുള്ളത്. അപ്പോൾ 100 ഡേ മൂവിങ് ആവറേജിന് കൂടി താഴെ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ബാരിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നിഫ്റ്റിക്ക് നൽകുന്നത്. അപ്പോൾ 24,150 അല്ലെങ്കിൽ 24,100 to 200 പറയുന്ന ആ ഒരു 100 പോയിൻ്റ് സപ്പോർട്ട്സുമാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ സാധ്യത. ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുകയാണെങ്കിലും 24,500 24,100 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയതായിട്ട് കാണുന്നുണ്ട്. സോ 24,500 to 600 റെസിസ്റ്റൻസ് സോണായിട്ടും 24,150 to 24,200 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണുമായിട്ടുള്ള ഒരു മാർക്കറ്റായിരിക്കും നമുക്ക് കാണാനുള്ളത്. ഈ ആഴ്ച വീണ്ടും മാർക്കറ്റിൽ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തിങ്കളാഴ്ച വരുന്ന 2 IPOകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറിയുടെ IPO ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 11 മുതൽ 13 വരെയാണ് ഉള്ളത്. 492 മുതൽ 517 രൂപ വരെയാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത്. മറ്റൊന്ന് റീഗൽ റിസോഴ്സസിൻ്റെ IPO ആണ്. ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 14 വരെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 96 മുതൽ 102 രൂപ വരെയാണ്. ഇതിൻ്റെ IPO റിവ്യൂസ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല സെക്ടറുകളിലും ഇപ്പോഴും ഏണിങ്സ് വരുന്ന സമയത്ത് ഏണിങ്സ് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഈ ആഴ്ച എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആസ്ട്രൽ, ബാറ്റ ഇന്ത്യ, അതുപോലെ തന്നെ ഇപ്ക ലാബ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. അതേസമയം നാളെ അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരത് ഡൈനാമിക്സ്, ഹിൻഡാൽകോ, RVNL, അതുപോലെ തന്നെ NMDC, ഓയിൽ ഇന്ത്യ, ONGC, സൈഡസ് ലൈഫ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ നാളെയുണ്ട്. അതുപോലെ തന്നെ IPO ഓപ്പൺ ആവുന്നുണ്ട്. ഇന്ത്യൻ ഇൻഫ്ലേഷൻ, ജൂലൈ മാസത്തെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഈ ആഴ്ച പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ US-ൻ്റെ ഇൻഫ്ലേഷൻ ജൂലൈയിലുള്ള ഈ 2 ഫിഗറും വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ വരാനുള്ള ഇന്ത്യയുടെ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ US-ൻ്റെ ഇൻഫ്ലേഷനും. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ US-ലെ താരിഫ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം ഇഫക്റ്റ് ഇക്കോണമിയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത്, ജൂലൈ മാസം ചില രാജ്യങ്ങളുടെ മുകളിൽ താരിഫ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രധാനമായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. വെനസ്ഡേ, അതായത് ബുധനാഴ്ച, ഹിന്ദുസ്ഥാൻ കോപ്പർ, IRCTC, ജുബിലൻറ്റ് ഫുഡ്, യുണൈറ്റഡ് സ്പിരിറ്റ്, മദർസൺ, അതുപോലെ തന്നെ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതിന് പുറമെ വ്യാഴാഴ്ച നോക്കിക്കഴിഞ്ഞാൽ അശോക് ലാലൻഡ്, ആസ്ട്രാസെനിക്ക, ഗ്ലെൻമാർക്ക്,
പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. IOC വരുന്നുണ്ടെന്ന്. IOC പ്രത്യേകിച്ച് ഓയിൽ പ്രൈസിൻ്റെ കേസിൽ ഓയിൽ കമ്പനിയുടെ റിസൾട്ടുകളും ഫോക്കസിലായിരിക്കും. UK മന്ത്ലി GDP ജൂൺ മാസത്തത് വരുന്നുണ്ട്. യൂറോസോണിൻ്റെ IIP ഡാറ്റ എന്നാണ് വരുന്നത് ജൂൺ മാസത്തിൽ. അതുപോലെ തന്നെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് വരുന്നുണ്ട്. ഇന്ത്യയുടെ WPI ഫിഗറും വരുന്നത് ജൂലൈ മാസത്തെ WPI ഫിഗറും വരുന്നത് തേഴ്സ്ഡേ ആണ്. ഫ്രൈഡേ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അവധിയാണ് ഇപ്രാവശ്യം. ഈ ഒരാഴ്ച ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഇന്ത്യയിലൊരു ഷോർട്ട് വെക്കേറ്റഡ് വീക്കാണ് ഈ ആഴ്ചയുള്ളത്. ഒരു ദിവസം നമുക്ക് അവധി കിട്ടുന്നുണ്ട്. ഫ്രൈഡേ അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും പ്രഖ്യാപിക്കുന്നു. UKയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ വരുന്നുണ്ട്. സോ ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള വീക്ക് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു ബൗൺസ് ബാക്കിനുള്ള സാധ്യത ഓവർസോൾഡ് ടെറിട്ടറിയിലായതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ന്യൂസുകളോടായിരിക്കും മാർക്കറ്റ് പ്രതികരിക്കാൻ സാധ്യത. പ്രത്യേകിച്ച് റിസൾട്ടുകൾ നല്ല റിസൾട്ട് വരികയാണെങ്കിൽ ഈ സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടുള്ള റിക്കവറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോഴും കാണുന്നുണ്ട്. FIIസിൻ്റെ ബൈങ്സ് ദൃശ്യമാകുന്നൊരു മേഖല എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, മെഡിക്കൽ, ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലാണ്. കിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. വലിയൊരു ഇല്ലെങ്കിലും ഒരു എബോ ആവറേജ് എക്സ്പെക്റ്റേഷനാണ് കിംസിൽ വെച്ച് പുലർത്തുന്നത്. അതുപോലെ ഈ ആഴ്ചത്തെ കുറേ റിസൾട്ടുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ചെയ്യാം, കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്ലാൻ ചെയ്യാം. നമുക്ക് ഈ ആഴ്ച ഒരു വീക്കിലി പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല യൂട്യൂബിൽ. സോ ഏതായാലും ഇത് നിങ്ങൾ മെമ്പേഴ്സ് കേൾക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കൂടുതൽ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ യൂട്യൂബ് ലിങ്കിലോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല ന്യൂസുകൾ വരട്ടെ. ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരട്ടെ. അതിലൂടെയായിരിക്കും മാർക്കറ്റ് കൂടുതൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. അതുപോലെ ഏർണിങ്സ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലുള്ള നല്ല ഏർണിങ്സ് വരാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു ബൗൺസ് ബാക്കിനുള്ള ശക്തി കൂടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.